ഹൈ അബ്ദു വൈൽഡ് അഗ്രോ ഫാം. നമ്മുടെ ലൊക്കേഷനിൽ കോഴിക്കോട് ജില്ല മുക്കം കാരശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പം മാവുകളൊക്കെ പൂത്ത് കുറേശ്ശെ ഉണ്ണി വിരിഞ്ഞ് മാങ്ങായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട പരിപാടിയാണിത്, ഫെർമോങ്കണി. ഇതിതാ അതിൻ്റെ ലൂറ ഇതിലേക്ക് ഇടുക. കാണുന്നില്ലേ? പച്ചക്കറി ഉള്ളവർ പച്ചക്കറി ഇത് പെട്ടെന്ന് ചെയ്യണം. ഇത് കണ്ടോ? ഇതിട്ടിട്ട് ഈ കപ്പ് ഇതിൽ ഒരിക്കലും വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് എന്താവും, ഇതിൽ അലിഞ്ഞു പോകും. അലിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ചിന്തിക്കഴിഞ്ഞാൽ ആ ചിന്തിയ സ്ഥലത്ത് ഈ പ്രാണി ഉണ്ടാവും. ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ ലൂറ ഇതിലേക്ക് ഇടുമ്പം ഇതിൻ്റെ കവറില്ലേ വേസ്റ്റ്, അത് കത്തിച്ച് കളയണം, അല്ലെങ്കിൽ കുഴിച്ചിടണം. അതല്ലെങ്കിൽ അതെവിടെയാണോ ഇടുന്നത് അവിടേക്ക് പ്രാണി വരും. ഇതിങ്ങനെ വെച്ചിട്ട് അടക്കുക. ഇതെല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും, വളപ്പീടിയയിലോ ഓൺലൈനിലൊക്കെ കിട്ടും. എന്നിട്ട് മാവ് ഇതാണ്, മാവിൻ്റെ മരത്തുമ്മൽ കെട്ടരുത്, കുറച്ച് ദൂരെ എവിടെയെങ്കിലും കെട്ടിക്കുക. മാവിൻ്റെ മരത്തുമ്മൽ കെട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് പ്രാണി അതിലേക്കാണ് വരിക. അപ്പോൾ ഇത് ഈ ദൂരത്ത് വെച്ച്. അടുത്തത് ഇപ്പോൾ മാങ്ങ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടോ, ചന്ദ്രകാരൻ എന്ന വെറൈറ്റിയാണ്. ഇതിൽ വേസ്റ്റുകൾ ഇല്ലേ, മാങ്ങ കേടായ അങ്ങനത്തെ മാങ്ങകളൊക്കെ പൊട്ടിച്ച് കളയുക, ഒഴിവാക്കുക. കൊലകളൊക്കെ ഒന്ന് വൃത്തിയാക്കുക. ഉണ്ടോ, ഇതിലൊക്കെ ഉറുമ്പുണ്ട്, ഒന്ന് വൃത്തിയാക്കുക. എന്നിട്ട് ഇത് കണ്ടോ, ഇതിൻ്റെ നിങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ മാംഗോ ഗേസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നെറ്റ് കാണും, ഒരു വൈറ്റ് നെറ്റ്. അതൊരിക്കലും വാങ്ങരുത് കേട്ടോ. അത് നിങ്ങൾക്ക് വാങ്ങിക്കാം. എന്തിനാ വെച്ചാൽ ഉറുമാമ്പഴം, അബിയു ഇതിനൊക്കെ പറ്റും. ഈ പ്രാണി അറ്റാക്ക് ചെയ്യുന്ന ഫ്രൂട്ട്സിന് അത് വെച്ച് കഴിഞ്ഞാൽ ആ നെറ്റിനുള്ളിൽ കൂടെ പ്രാണി എന്ത് ചെയ്യും, കുത്തും, മുട്ടയിടും. ഈ ഫെർമോങ്കണി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വെക്കുന്ന എന്തിനാണ്, ആണീച്ചനാണ് പിടിക്കുക. ആണീച്ചനെ പിടിച്ചു കഴിഞ്ഞാൽ പെണ്ണിച്ച ബ്രീഡാവില്ല. അപ്പോൾ കുറച്ച് ലേറ്റായി കഴിഞ്ഞാൽ എന്താവും, ഇത് ആൾറെഡി ബ്രീഡിങ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ പെണ്ണിച്ച ഇതിലേക്ക് അറ്റാക്ക് ചെയ്യും. അപ്പോൾ നേരത്തെ ഫെർമോങ്കണി വെക്കണം എന്ന് പറയാൻ കാരണം അതാണ്. ഇങ്ങനെ ഉണ്ണി ആയി ഏകദേശം ഇത് ചന്ദ്രകാരനാണ്. അതിൻ്റെ ശേഷം ഈ കവർ എടുക്കുക. ഈ കവർ തന്നെ വാങ്ങണം കേട്ടോ. അതാ ഇതിൻ്റെ പല കളറുണ്ടാവും, പേപ്പറാണിത്. ഇത് 2-3 പ്രാവശ്യമൊക്കെ ഉപയോഗിക്കാം. ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ബ്ലാക്കാണ്. ഇങ്ങനത്തെ കൊലകൊലായിട്ട് വരുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒന്നായിട്ടൊക്കെ കയറ്റുക, മൊത്തത്തിൽ അങ്ങോട്ട് കയറ്റുക. എല്ലാം വാങ്ങി അത് കയറ്റി കഴിഞ്ഞിട്ട് ഒരു സൈഡിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇതിങ്ങനെ ഫോൾഡ് ചെയ്യുക. ഇവിടെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്യുക, കേട് വരാതെ ഫോൾഡ് ചെയ്തിട്ട്. ഇതൊരു കമ്പിയാണ്. ഈ കമ്പിന് എന്ത് ചെയ്യുക, ഇങ്ങനെ മടക്കുക. ഇതാ റെഡി ആയില്ലേ? ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം നമുക്ക് അറിയാം മാങ്ങ പഴുക്കുന്ന ഏകദേശം സമയമായി കഴിഞ്ഞാൽ പഴുത്ത് വീണാലും ഇതിലുണ്ടാവും. നിങ്ങൾ ഒരു മാസം കഴിഞ്ഞാൽ 15 ദിവസം കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് അയച്ചു നോക്കി കഴിഞ്ഞാൽ അതിന് പഴുത്ത മാങ്ങ കിട്ടും. ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല. ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യണം. ഇതൊക്കെ ഈ മാങ്ങക്കൊക്കെ ചെയ്യേണ്ട സംഗതികളാണേ. ഇത് നമ്മൾ ഓൺലൈൻ കൊറിയർ അയക്കുന്ന തൈകളാണ്. ഇതിൽ ഉളറ്, ചേലൻ, ചക്കരക്കുട്ടി, നൂർജഹാൻ, ഗ്രാമ്പു, കോശേരി, കാലാപ്പാടി, ചന്ദ്രകാരൻ, കോമാങ്ങ ഒരു റയർ വെറൈറ്റി നമ്മുടെ നാട്ടിൽ പഴം ഉണ്ടായിരുന്ന ഈ മാവുകളൊക്കെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അതാ കണ്ടോ, കൂടുതൽ ക്വാണ്ടിറ്റി ഇല്ല, കുറഞ്ഞ ക്വാണ്ടിറ്റി ഉള്ളൂ. ആവശ്യക്കാർക്ക് വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ DTDC അയച്ചുതരാം. നല്ല കവർ, നല്ല സൈസ് സാധനങ്ങളാണ്. R2 വേണം, R2 തരാം. ചക്കരക്കുട്ടിയൊക്കെ നല്ല തൈയാണ്. കുളമ്പ് വേണം, കുളമ്പ് തരാം. എല്ലാത്തിനും ഇതെല്ലാം നമ്മൾ ഇവിടെ കാഴ്ച മരത്തുനിന്ന് എടുത്താണ്. പുറത്തുനിന്ന് കൊണ്ടുവന്നൊന്നുമല്ല, ലോക്കൽ പർച്ചേസ് അല്ല, നമ്മുടെ മാവിൻ്റെ പ്രൊഡക്ഷനാണ്.